Welcome back to Android Beginners Tutorial. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ബോട്ടൺ നാവിഗേഷൻ മെനു ആണ്. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ പുതിയൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ സെലക്ട് എ പ്രൊജക്റ്റ് ടെംപ്ലേറ്റ് എന്നുള്ളത് ഫോൺ ആൻഡ് ടാബ്ലറ്റ് സെലക്ട് ആകും ഡിഫോൾട്ട്. അവിടെ നമുക്ക് കാണാൻ പറ്റും ബോട്ടം നാവിഗേഷൻ ആക്ടിവിറ്റി. അത് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ടാപ്പ് ചെയ്യുക. ഇവിടെ ആപ്ലിക്കേഷൻ നെയിം ബോട്ടൺ നാവിഗേഷൻ ഡെമോ എന്ന് കൊടുത്തു. ബാക്കിയെല്ലാം ഡിഫോൾട്ട് വാല്യൂസ് തന്നെ സെലക്ട് ചെയ്തു. ഫിനിഷ് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആവുകയാണ്. ആക്ച്വലി ഇതെന്താ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ബോട്ടൺ നാവിഗേഷൻ മെനു ക്രിയേറ്റ് ചെയ്യും. അതിൽ തന്നെ ഡിഫോൾട്ട് 3 ഫ്രാഗ്മെൻറ്റ്സ്. ഇപ്പോൾ ഈ ഡിഫോൾട്ട് ടെംപ്ലേറ്റ് ആഡ് ചെയ്യുന്നത് 3 മെനൂസാണ്. 3 ഐക്കൺസ് ആയിരിക്കും, 3 ഓപ്ഷൻസ് ആണ്. 3-ലധികം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഈ ഡിഫോൾട്ട് ക്രിയേറ്റ് ആകുന്നത് 3 ഓപ്ഷൻസ് ആണ് സെലക്ട് ആകുന്നത്. ഞാൻ ഈ പ്രൊജക്റ്റ് ഒന്ന് റൺ ചെയ്യാം. ഇപ്പോൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പിക്സൽ 2 എന്നുള്ള ഡിവൈസ് AVDയിലേക്ക് ഇത് റൺ ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ നമ്മുടെ പ്രൊജക്റ്റിൽ 3-ലധികം ഐക്കൺസ് ബോട്ടത്തിൽ ആവശ്യമുണ്ടെങ്കിൽ, ഓപ്ഷൻസ് ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് റൺ ആവുകയാണ്. ഓക്കെ, ഡയറക്റ്റ് കോഡ് ചെയ്യാതെ സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്ത് ഇതാണ് ഏറ്റവും സിമ്പിളസ്റ്റ് മെത്തേഡ്. അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിന് ആവശ്യമുള്ള റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്കിത് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ കോഡ് നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ UI എന്നുള്ളതിൽ പാക്കേജിൽ 3 ഫ്രാഗ്മെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അത് ഈ 3 മെനൂസ് ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് റൺ ആയിട്ടുണ്ട്. ഇത് ബോട്ടത്തിൽ ഹോം, ഡാഷ്ബോർഡ്, നോട്ടിഫിക്കേഷൻ എന്നിങ്ങനെ 3 ഓപ്ഷനാണുള്ളത്. 3 തൊട്ട് 5 വരെ മെനു ഓപ്ഷൻസാണ് സാധാരണ ബോട്ടൺ നാവിഗേഷൻ വ്യൂവിൽ കൊടുക്കുന്നത്. ഇവിടെ ഡിഫോൾട്ട് വന്നേക്കുന്നത് 3 ആണ്. അധികം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതനുസരിച്ച് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഈ 3 ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് ഇത് ഓരോ ഓപ്ഷൻ ടാപ്പ് ചെയ്യുമ്പോഴും ഓരോ ഫ്രാഗ്മെൻറ്റ്സ് ആണ് സെലക്ട് ആകുന്നത് ഈ മെയിൻ ആക്ടിവിറ്റിയിൽ തന്നെ. അതിനുള്ള ഫ്രാഗ്മെൻറ്റ്സ് ആണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഹോം ആണ്. അത് നമ്മൾ ഹോം എന്നുള്ള ഈ പാക്കേജിൽ കണ്ടറിയാം. ഹോം ഫ്രാഗ്മെൻ്റ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇത് വ്യൂ മോഡൽ ആർക്കിടെക്ചർ യൂസ് ചെയ്താണ് ഈ ഡിഫോൾട്ട് ഈ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയിരിക്കുന്നത്. അത് വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. നമുക്ക് ഈ കോഡ് നോക്കിയാൽ മനസ്സിലാകാം. നമ്മുടെ ഈ build.gradle ഫയൽ നോക്കിയാൽ അതിൽ എന്തൊക്കെ ഡിപ്പെൻഡൻസീസ് ആണ് ഡിഫോൾട്ട് ആഡ് ആയിരിക്കുന്നതെന്ന് കണ്ടറിയാം. ഇതൊക്കെ ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയുള്ളതാണ്. ബാക്കി ഇത് ലൈഫ് സൈക്കിൾ, നാവിഗേഷൻ, ഇതൊക്കെ ഡിഫോൾട്ട് ഈ ലൈഫ് സൈക്കിൾ കമ്പോണൻസി വരുന്നതാണ്. അത് ഡിഫോൾട്ടായിട്ട് നമ്മുടെ ഈ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ആഡ് ആയതാണ്. ഈ പ്രൊജക്റ്റ് യൂസ് ചെയ്യുന്നതാണ് റെക്കമെൻഡ് ചെയ്തേക്കുന്ന മെത്തേഡ്. അതുകൊണ്ട് ഇത് കീപ്പ് ചെയ്ത് ഈ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ബിഗിനേഴ്സ് ലെവലിലാണെങ്കിൽ നമുക്ക് ഇതേപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് അറിയത്തില്ലെങ്കിൽ തന്നെ നമ്മുടെ ഈ ഡിഫോൾട്ട് ഈ ഫ്രാഗ്മെൻറ്റ്സിൻ്റെയൊക്കെ ക്ലാസ് നമുക്ക് എഡിറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു ഡിപ്രിക്കേറ്റഡ് മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈ സ്ട്രൈക്ക് കാണുന്നത്. ഇതെങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന് വെച്ചാൽ ഇവിടെ മെസ്സേജ് കാണിക്കുന്നുണ്ട് വ്യൂ മോഡൽ പ്രൊവൈഡേഴ്സ് ഈസ് ഡിപ്രിക്കേറ്റഡ്. അത് നമുക്ക് വ്യൂ മോഡൽ പ്രൊവൈഡേഴ്സ് ഡിപ്രിക്കേറ്റഡ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. അതിൽ സ്റ്റാക്ക് ഓവർഫ്ലോ എന്നൊരു സൈറ്റ് ഉണ്ട്. അതിൽ നമ്മുടെ എന്തൊക്കെ ഫിക്സ് ആണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ കാണാൻ പറ്റും. ഞാനത് റെഫർ ചെയ്തപ്പോൾ കണ്ടുപിടിച്ചാണ് ഇതിൻ്റെ ഫിക്സ് ചെയ്യാൻ കണ്ടുപിടിച്ചു. അതെന്താണെന്ന് വെച്ചാൽ വ്യൂ മോഡൽ പ്രൊവൈഡേഴ്സ് ഓഫ് എന്നിങ്ങനെ വിളിക്കാതെ തന്നെ വ്യൂ മോഡൽ പ്രൊവൈഡർ എന്ന ക്ലാസ് യൂസ് ചെയ്ത് അതിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യണം. ഓഫ് എന്നുള്ളതും കളയണം. ഇപ്പോൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ന്യൂ വ്യൂ മോഡൽ പ്രൊവൈഡർ. ഇപ്പോഴാ എറർ മാറിയിട്ടുണ്ട്. ഇത് തന്നെ നമ്മുടെ മറ്റ് ക്ലാസ്സസ് ഫ്രാഗ്മെൻറ്റ്സിൽ ഇത് തന്നെ ചെയ്യണം. അവിടെ ഈ പ്രശ്നമുണ്ട്. ഓക്കെ, ഇനി ഡാഷ്ബോർഡ് ഫ്രാഗ്മെൻ്റ് ആണ്. അതിൽ നമ്മൾ ചെയ്തു. ഇനി ഹോം ഫ്രാഗ്മെൻറ്റ്, അതിലും ഇതേ ഫിക്സ് തന്നെ ചെയ്തു. ഓക്കെ,
ഇവിടെ ഒരു ബ്രാക്കറ്റ് അധികമായി. ഓക്കെ, ഇപ്പോൾ ഫിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ കോഡ് നോക്കിയാൽ വേണ്ടി ഫോം ഫ്രാഗ്മെൻ്റ് ഉണ്ട്. അതിൽ വ്യൂ മോഡൽ, ഈ വ്യൂ മോഡൽ ആർക്കിടെക്ചറാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അത് ലൈഫ് സൈക്കിൾ അവെയർ കമ്പോണൻസ് യൂസ് ചെയ്താണ് ചെയ്തേക്കുന്നത്. ഇതാണ് റെക്കമെൻഡഡ് മെത്തേഡ്. അതുകൊണ്ട് നമുക്ക് ഇത് തന്നെ ഫോളോ ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ, നമുക്കിത് യൂസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഇത് ആവശ്യമില്ല. ഈ ഹോം ഫ്രാഗ്മെൻ്റ് എന്നൊരു ഫ്രാഗ്മെൻറ്റ് മാത്രം നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഈ കോഡ് നോക്കി അറിയാൻ പറ്റും. ഈ വ്യൂ മോഡൽ ക്ലാസ്സിലാണ് ഈ മെസ്സേജൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. നോട്ടിഫിക്കേഷൻ്റെ ആണെങ്കിലും ഇത് നോട്ടിഫിക്കേഷൻ വ്യൂ മോഡൽ എന്നുള്ള ക്ലാസ്സിലാണ് അത് ചെയ്തേക്കുന്നത്. നമ്മുടെ ഈ പ്രൊജക്റ്റിൽ നമ്മളിത് സെലക്ട് ആകുന്നതനുസരിച്ച് ഈ ടൈറ്റിൽ ചേഞ്ച് ആവുന്നുണ്ട്, ഈ മെസ്സേജും ചേഞ്ച് ആവുന്നുണ്ട്. നമ്മുടെ മെയിൻ ആക്ടിവിറ്റി ഒന്ന് നോക്കിയാൽ അറിയാൻ പറ്റും. അതിൻ്റെ UI ഡിഫൈൻ ചെയ്തേക്കുന്ന activity_main ആണ്. കൺട്രോൾ കീ ടാപ്പ് ചെയ്തുകൊണ്ട് ഞാൻ ആ ഫയൽ ഓപ്പൺ ചെയ്തു. അവിടെ കോഡ് നോക്കി അറിയാൻ പറ്റും. അവിടെ ഒരു കൺസ്ട്രെയിൻ ലേഔട്ട് ഉണ്ട്. അതിനുള്ളിൽ 2 വ്യൂസ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ബോട്ടം നാവിഗേഷൻ വ്യൂ, അത് ബോട്ടത്തിൽ അലൈൻ ചെയ്തേക്കുകയാണ്. കൺസ്ട്രെയിൻ ലേഔട്ടിൽ ബോട്ടത്തിൽ അലൈൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് കൺസ്ട്രെയിൻ ബോട്ടം ടു ബോട്ടം ഓഫ് പേരൻ്റ് എന്ന് കൊടുത്തു. അതുകൊണ്ടാണ് നമുക്ക് ഈ സ്പ്ലിറ്റ് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. ഈ കമ്പോണൻറ്റ് ബോട്ടം നാവിഗേഷൻ വ്യൂ ബോട്ടത്തിലാണ് അലൈൻ ചെയ്തേക്കുന്നത്. പിന്നെ അതിന് മുകളിലാണ് ഈ ഫ്രാഗ്മെൻ്റ് ഉള്ളത്. ഈ ഫ്രാഗ്മെൻറ്റിലായിരിക്കും നാവിഗേഷൻ ഹോസ്റ്റ് ഫ്രാഗ്മെൻ്റ് ആണിത്. ഇതിലൊരു പ്രോപ്പർട്ടി ഉണ്ട്, നാവിഗേഷൻ ഗ്രാഫ്. ഇതിൻ്റെ നാവിഗേഷൻ ഗ്രാഫ് എന്ന് പറയുന്ന ഒരു XML ഫയലിൽ ഡിഫൈൻ ചെയ്തേക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ ബോട്ടം നാവിഗേഷൻ വ്യൂവിൽ ഒരു മെനു ആഡ് ചെയ്യുന്നുണ്ട്. ആ മെനു ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ താഴെ ഈ ഐക്കൺസ് ഒക്കെ ആഡ് ആകുന്നത്. ഈ 3 ഓപ്ഷൻസ് ആണല്ലോ ഉള്ളത്. നമ്മുടെ ഈ ബോട്ടം നാവിഗേഷൻ മെനു എന്നുള്ള ഈ ഫയൽ നമുക്ക് നോക്കി അറിയാൻ പറ്റും. കൺട്രോൾ കീ ടാപ്പ് ചെയ്തുകൊണ്ട് ഞാനത് ക്ലിക്ക് ചെയ്തു. ബോട്ടം നാവിഗേഷൻ മെനു ഓപ്പണായി. അതിൻ്റെ കോഡ് നോക്കി അറിയാൻ പറ്റും. ഒരു മെനു ആണ്, മെനു ടാഗ് ഉണ്ട്. അതിനുള്ളിൽ 3 ഐറ്റംസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി എവിടെ സ്റ്റോർ ആകുന്നതെന്ന് വെച്ചാൽ RES ഫോൾഡറിൽ മെനു എന്നുള്ള സബ് ഫോൾഡർ ഉണ്ട്. അവിടെയായിരിക്കും ഈ ഫയൽ ക്രിയേറ്റ് ആകുന്നത്. ഇവിടെ നമ്മുടെ ഈ ഐക്കൺസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മുടെ ആ ഐക്കൺസ് നമ്മൾ ഡ്രോവബിൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ നെയിം ഇവിടെ കൊടുത്താൽ ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനൊരു ID ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചാണ് റെഫർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിനൊരു ടൈറ്റിലുണ്ട്. ഈ ടൈറ്റിലാണ് നമ്മുടെ സ്ക്രീനിൻ്റെ ടോപ്പിൽ കാണുന്നത്. ഓരോന്ന് ചേഞ്ച് ചെയ്യും, ഹോം, ഡാഷ്ബോർഡ് എന്നുള്ളത്. ഓക്കെ, ഇതാണ് മെനുവിനെ പറ്റി പറയാനുള്ളത്. ഈ മെനു എന്ന് പറയുന്നത് ബോട്ടം നാവിഗേഷൻ വ്യൂവിൽ നമ്മൾ ആഡ് ചെയ്യുന്നതാണ് മെനു. ഇനി മെനുവിന് ബോട്ടം നാവിഗേഷൻ വ്യൂവിൻ്റെ മുകളിൽ ഈ ഏരിയയിൽ ഒരു ഫ്രാഗ്മെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ആ ഫ്രാഗ്മെൻ്റ് ആണ് ചേഞ്ച് ആവുന്നത്. അത് നാവിഗേഷൻ ഹോസ്റ്റ് ഫ്രാഗ്മെൻ്റ് ആണ്. അതിൽ എന്തൊക്കെ ഫ്രാഗ്മെൻറ്റ്സ് ആണ് ചേഞ്ച് ആകുമ്പോൾ വരേണ്ടതെന്നുള്ളത് നാവിഗേഷൻ ഗ്രാഫിലാണ് ഡിഫൈൻ ചെയ്യേണ്ടത്. അത് നാവിഗേഷൻ എന്ന് പറഞ്ഞൊരു സബ് ഫോൾഡർ റിസോഴ്സ് ഫോൾഡറിലുണ്ട്. അതിലാണ് mobile_navigation എന്നുള്ള XML ഫയലുള്ളത്. ഈ നാവിഗേഷൻ ഗ്രാഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇതാണ്. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും, അതിൻ്റെ ഒരു പ്രിവ്യൂ കാണാൻ പറ്റും. അതിൽ 3 പേജസ് ഉണ്ട്. navigation_home ഡാഷ്ബോർഡ് നോട്ടിഫിക്കേഷൻ എന്നാണ് അതിൻ്റെ ID കൊടുത്തേക്കുന്നത്. അതിൻ്റെ കോഡ് നോക്കിയാൽ അറിയാൻ പറ്റും. അവിടെ ഏത് ഫ്രാഗ്മെൻ്റ് ആണെന്നുള്ളതാണ് ഈ നെയിം എന്നുള്ള ടാഗിൽ കൊടുക്കേണ്ടത്. ഈ നാവിഗേഷൻ എന്നൊരു കമ്പോണൻറ്റിൻ്റെ ചിൽഡ്രനായിട്ടാണ് ഈ ഫ്രാഗ്മെൻറ്റ്സ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഇവിടെ നാവിഗേഷൻ ലേബല് ഇവിടെ കൊടുക്കാം. ലേഔട്ട് ഏത് ലേഔട്ട് ഫയലാണെന്നുള്ളത് ഇവിടെ കൊടുക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ ഇതിൻ്റെ കോഡ്. നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് ഇത് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ പ്രൊജക്റ്റിൽ ഇപ്പം 3 മെനൂസ് ആണുള്ളത്. ഞാനത് 3 എണ്ണം വേണം. അത് ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. നോട്ടിഫിക്കേഷൻസ് എന്ന് കൊടുത്തു. അതിൻ്റെ താഴെ ഞാനൊരു സെറ്റിങ്സ് എന്ന് കൊടുത്തു. നാവിഗേഷൻ ID. ഞാനിപ്പോൾ അതിനുവേണ്ടി പുതിയതായിട്ടൊരു
സെറ്റിങ്സ് ഫ്രാഗ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ടൈറ്റിൽ നോട്ടിഫിക്കേഷൻസ് എന്നാണ് കൊടുത്തേക്കുന്നത്. ടൈറ്റിൽ സെറ്റിങ്സ് എന്ന് കൊടുത്തു. ഫ്രാഗ്മെൻറ്റ് അണ്ടർസ്കോർ നോട്ടിഫിക്കേഷൻസ് എന്നുള്ളതാണ് ലേഔട്ട്. ലേഔട്ട് ഫയൽ ഇത് തന്നെ ഞാൻ കോപ്പി ചെയ്തു, ഇവിടെ തന്നെ പേസ്റ്റ് ചെയ്തു, എന്നിട്ട് അത് റീനെയിം ചെയ്തു. ഫ്രാഗ്മെൻറ്റ് അണ്ടർസ്കോർ സെറ്റിങ്സ്. ഓക്കെ, അവിടെ ടെക്സ്റ്റ് നോട്ടിഫിക്കേഷൻസ് എന്നുള്ളതാണ്, ടെക്സ്റ്റ് സെറ്റിങ്സ് എന്നാക്കി ഞാൻ. ഇവിടെ നോട്ടിഫിക്കേഷൻ ഫ്രാഗ്മെൻറ്റ്സ് എന്നുള്ളതാണ് കോണ്ടെക്സ്റ്റ്, അത് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ പുതിയൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യുകയാണ്, സെറ്റിങ്സ്. ഞാൻ നോട്ടിഫിക്കേഷൻസിലുള്ള ഈ ക്ലാസ്സസ് അതിലേക്ക് കോപ്പി ചെയ്തിട്ടു. എന്നിട്ട് ഞാനത് റീനെയിം ചെയ്യാണ്. ഷിഫ്റ്റ് F6 വെച്ചാണ് അത് റീനെയിം ചെയ്യാൻ എളുപ്പമുണ്ട്. ഞാൻ സെറ്റിങ്സ് ഫ്രാഗ്മെൻ്റ് എന്ന് കൊടുത്തു. റീഫാക്ടർ ചെയ്തു. ഇവിടെ ഇതും ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഷിഫ്റ്റ് F6. സെറ്റിങ്സ് വ്യൂ മോഡൽ എന്ന് കൊടുത്തു. ഇതെന്തായാലും നമുക്ക് ഓക്കെ കൊടുത്തേക്കാം. ഓക്കെ, സെറ്റിങ്സ് വ്യൂ മോഡൽ. സെറ്റിങ്സ് വ്യൂ മോഡൽ, ദിസ് ഈസ് എ സെറ്റിങ്സ് ഫ്രാഗ്മെൻറ്റ്. ഇവിടെ സെറ്റിങ്സ് ഫ്രാഗ്മെൻറ്റിൽ ഇവിടെ സെറ്റിങ്സ് വ്യൂ മോഡൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ലേഔട്ട് ഫയൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഫ്രാഗ്മെൻറ്റ് അണ്ടർസ്കോർ സെറ്റിങ്സ് എന്ന് കൊടുത്തു. വേറെ ചേഞ്ചസ് ഒന്നും, നോട്ടിഫിക്കേഷൻ വ്യൂ മോഡലാണ്. അത് സെറ്റിങ്സ് വ്യൂ മോഡൽ എന്നാക്കി. ഓക്കെ, ഇത് കൺഫ്യൂഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി സെറ്റിങ്സ് വ്യൂ മോഡൽ എന്ന് തന്നെ ഞാൻ കൊടുത്തേക്കാം. ടെക്സ്റ്റ് അണ്ടർസ്കോർ സെറ്റിങ്സ് എന്നാണ് ഇവിടെ വരുന്നത്. ഇനി നമ്മുടെ സെറ്റിങ്സ് വ്യൂ മോഡൽ നോക്കിയാൽ അതിൽ സെറ്റിങ്സ്, ദിസ് ഈസ് എ സെറ്റിങ്സ് ഫ്രാഗ്മെൻറ്റ്. ഓക്കെ, അത് മതി. ഇനി നമ്മുടെ മെനുവിലാണ് ചേഞ്ച് ചെയ്യേണ്ടത്. മെനുവിൽ 3 ഓപ്ഷൻസ് ആണുള്ളത്. ഞാനത് നാലാമതൊരു സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കൊടുക്കും. നാവിഗേഷൻ അണ്ടർസ്കോർ സെറ്റിങ്സ്. ടൈറ്റിൽ സെറ്റിങ്സ് എന്നുള്ളത് നമുക്ക് കൊടുക്കാം. ഈ ഐക്കൺ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഡ്രോവബിൾ ഫോൾഡറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ, വെക്ടർ അസറ്റ് കൊടുത്തു. ഇവിടെ ഞാൻ സെറ്റിങ്സിൻ്റെ ഒരു ഐക്കൺ സെലക്ട് ചെയ്യാൻ പോവാം. IC അണ്ടർസ്കോർ സെറ്റിങ്സ് എന്ന് കൊടുത്തു. നെക്സ്റ്റ് ടാപ്പ് ചെയ്തു. അത് ഡ്രോവബിൾ ഫോൾഡറിലായിരിക്കും സേവ് ആകുന്നത്. ഫിനിഷ് കൊടുത്തു. ഞാൻ ആ ഐക്കൺ നെയിം ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ലെഫ്റ്റിൽ നമുക്ക് പ്രിവ്യൂ കാണാൻ പറ്റും, അത് ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് മെയിൻ ആക്ടിവിറ്റിയിലാണ്. മെയിൻ ആക്ടിവിറ്റിയിൽ ഇപ്പോൾ r.id.navigation home 3 ഓപ്ഷൻസ് ആണുള്ളത്. നാലാമതായിട്ട് നമ്മുടെ ഈ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. അതിവിടെ കൊടുക്കാം. സെറ്റിങ്സ് സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി ചേഞ്ചസ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് റൺ ആവുകയാണ്. ഇപ്പോൾ ഓൾറെഡി ഉള്ളത് 3 ഓപ്ഷൻസ് ആണ്. നമ്മുടെ പ്രൊജക്റ്റ് ഇപ്പോൾ റൺ ആകും. അതിൽ 4 ഓപ്ഷൻസ് കാണണം.
ഓക്കെ, ഇതിൽ 4 ഓപ്ഷൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. 4ാമത്തെ ഓപ്ഷൻ സെറ്റിങ്സ് എന്നുള്ളതാണ് വരേണ്ടത് ടെക്സ്റ്റ്. പക്ഷേ അവിടെ നോട്ടിഫിക്കേഷൻസ് എന്നാണ് വന്നേക്കുന്നത്. നമ്മളത് എവിടെയോ ചേഞ്ച് ചെയ്യാൻ മറന്നുപോയി. അതെവിടെയാണെന്ന് നോക്കാം. ദിസ് ഈസ് എ നോട്ടിഫിക്കേഷൻസ് ഫ്രാഗ്മെൻ്റ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതെന്താ ഇഷ്യൂ എന്ന് നമുക്കിവിടെ നോക്കാം. അത് മൊബൈൽ നാവിഗേഷൻ .xml നമ്മൾ ലേഔട്ട് ഫയൽ കൊടുത്തേക്കുന്നത് fragment_ notifications ആണ്. അത് മാറ്റി സെറ്റിങ്സ് ആക്കി. പിന്നെ ഇവിടെ നോട്ടിഫിക്കേഷൻസ് ഫ്രാഗ്മെൻ്റ് എന്നാണ് കൊടുത്തേക്കുന്നത്. അത് മാറ്റി നമ്മൾ സെറ്റിങ്സ് ഫ്രാഗ്മെൻ്റ് എന്നാക്കണം. UI.settings fragment. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ ടൈറ്റിലും ചേഞ്ച് ചെയ്യാനുണ്ട്. title_settings എന്നാണ്. ഓക്കെ, ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ 4 ഓപ്ഷൻ ഉണ്ട്. 4ാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തു. അത് സെറ്റിങ്സ് എന്ന ടൈറ്റിൽ ദിസ് ഈസ് എ സെറ്റിങ്സ് ഫ്രാഗ്മെൻറ്റ്. ഇപ്പോൾ നമ്മുടെ ബോട്ടം നാവിഗേഷൻ വ്യൂ കസ്റ്റമൈസ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. നമ്മുടെ പ്രൊജക്റ്റിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമുക്കിത് ചെയ്യാൻ പറ്റും. ഇത് ജസ്റ്റ് ടെസ്റ്റിങ്ങിന് വേണ്ടി ഒരു ടെക്സ്റ്റ് മാത്രമേ ഈ ഫ്രാഗ്മെൻറ്റ് കാണിക്കുന്നുള്ളൂ. നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമുക്ക് ഫ്രാഗ്മെൻറ്റ്സ് ചേഞ്ച് ചെയ്ത് കൊടുത്ത് ഇവിടെ യൂസ് ചെയ്യാം. ഈ ലൈഫ് സൈക്കിൾ അവെയർ കമ്പോണൻസ് ലൈബ്രറി യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. എന്നാലും യൂസ് ചെയ്യുന്നതാണ് റെക്കമെൻഡഡ് മെത്തേഡ്സ്. വ്യൂ മോഡൽ ആർക്കിടെക്ചർ യൂസ് ചെയ്ത് ചെയ്യുന്നതാണ് റെക്കമെൻഡഡ് മെത്തേഡ്. ഇല്ലെങ്കിലും വർക്കാവും. ബിഗിനേഴ്സിന് അല്ലാതെ തന്നെ വർക്ക് ചെയ്യാം. എന്നാലും അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.